തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു മലയാള ചിത്രത്തിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് ലഭിക്കുന്നത്. കമൽഹാസൻ അഭിനയിച്ച് 1991 പുറത്തുവന്ന ഗുണ എന്ന ചിത്രത്തിന്റെ റെഫറൻസുകളും കമൽഹാസനുമായി മഞ്ഞുമ്മൽ ബോയ്സ് ടീം നടത്തിയ കൂടിക്കാഴ്ചയും തമിഴ് യൂട്യൂബ് ചാനലുകൾ ചിത്രത്തിന് നൽകുന്ന പ്രമോഷനുമാണ് തമിഴ്നാട്ടിൽ ചിത്രം കയറി ഹിറ്റടിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഐശ്വര്യ രജനികാന്ത് ഒരുക്കിയ രജനികാന്ത് ക്യാമിയോ റോളിലെത്തിയ ലാൽസലാം എന്ന ചിത്രത്തിന്റെ കളക്ഷൻ മലയാള പടമായ മഞ്ഞുമ്മൽ ബോയ്സ് കടന്നിരിക്കുകയാണ്. ലാൽസലാം എന്ന ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് 18 കോടിയാണ്. അതിൽ തന്നെ 16 കോടിക്കടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ വൈഡ് റിലീസായി 3-ാം ദിനത്തിൽ തന്നെ ഈ കളക്ഷൻ മറികടന്നിരുന്നു. ഇപ്പോൾ 21 കോടിയിലേറെയാണ് തമിഴ്നാട്ടിലെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കളക്ഷൻ. അതായത് 2024 അയലനും ക്യാപ്റ്റൻ മില്ലറിനും ശേഷം തമിഴ്നാട്ടിൽ 3ാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മഞ്ഞുമ്മൽ ബോയ്സ് മാറിക്കഴിഞ്ഞു. എന്തായാലും വീക്ക്ഡേസിൽ പോലും 4 കോടിക്ക് മുകളിൽ കളക്ഷനുമായി മഞ്ഞുമ്മൽ പ്രദർശനം തുടരുകയാണ്.